ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. ഒരു 20 മുതൽ 30% സ്ത്രീകൾക്ക് മെൻസ്ട്രുവേഷൻ ടൈമിൽ പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പെയിന് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് ഈ ഗർഭപാത്രം ഇങ്ങനെ ചുരുങ്ങി വരും, യൂട്രൈൻ കൺട്രാക്ഷൻസ് വരും. അതേപോലെ ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗം ഡയലേറ്റ് ചെയ്ത് അതിലൂടെയാണ് ഈ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ പെയിൻ വരാറുണ്ട്. സിവിയർ ആയിട്ടുള്ള മെൻസ്ട്രൽ പെയിൻ വരുന്നതിന് ചില കാരണങ്ങൾ അല്ലാത്ത ചില കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. കൂടുതലായും പെയിൻ കണ്ടുവരുന്നത് ഫൈബ്രോയിഡ് യൂട്രൈൻ വാളിലുണ്ടെങ്കിൽ, അതേപോലെ അഡിനോമയോസിസ് എന്നുള്ള ഒരു പ്രശ്നം യൂട്രസിനുണ്ടെങ്കിൽ, പിന്നെ എൻഡോമെട്രിയോസിസ് എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എപ്പോഴും മെൻസ്ട്രേഷൻ സമയത്ത് പെയിൻ വരികയാണ്. അത് കടുത്ത രീതിയിലുള്ള പെയിനും ചിലപ്പോൾ അതിനോട് കൂടി തന്നെ ഛർദി, വയറിളക്കം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് എന്താണ് ഇതിനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കാനിങ്ങും ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്. അങ്ങനെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ പെയിൻ മാറാനുള്ള പെയിൻ കില്ലർ ടാബ്ലറ്റും ഉപയോഗിക്കാവുന്നതാണ്.